ഹായ് ഓൾ, വെൽക്കം ടു എൻലൈറ്റ് IAS ടോപ്പേഴ്സ് ടോക്ക്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 2023 സിവിൽ സർവീസ് പരീക്ഷയിൽ 781 റാങ്ക് നേടിയ കൃഷ്ണകുമാർ എസ് ആണ്. ഹായ് കൃഷ്ണകുമാർ. ഹായ് സർ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഓൺ ബിഹാഫ് ഓഫ് ടീം എൻലൈറ്റ് എനിക്ക് കൃഷ്ണകുമാറിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. താങ്ക് യു. ഓക്കെ, കൃഷ്ണകുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹീസ് എ നേറ്റീവ് ഓഫ് തൃശ്ശൂർ. കൃഷ്ണകുമാറിൻ്റെ എൻലൈറ്റ് ആയിട്ടുള്ള അസോസിയേഷൻ 2019 തൊട്ടാണ്. അപ്പം ഈ ഒരു ലോങ് പ്രിപ്പറേഷൻ ഫേസിൽ കൃഷ്ണകുമാറായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അല്ലേ, പിന്നെ 22 നമുക്ക് പ്രിലിംസ് പോയി, പിന്നെ ഇപ്പോഴത്തെ 23 ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ കൃഷ്ണകുമാറിൻ്റെ പേര് നേടിയിരിക്കുന്നു. അപ്പം ഈ ഒരു ഫേസിൽ കൃഷ്ണകുമാറിന് ആക്ച്വലി എന്താ പറയുന്നത്, പ്രിപ്പറേഷൻ ഫേസിൽ കുറേ ഫെയിലിയേഴ്സ് കൃഷ്ണകുമാറിൻ്റെ കൂടെ ചേർന്ന് പോയിരുന്നു, എന്നിട്ടാണ് സക്സസ് കിട്ടി. എങ്ങനെയാണ് ഈ ഫെയിലിയേഴ്സിനെ എന്ത് പഠിച്ചിട്ടാണ്, അതായത് ആ ഒരു എന്ത് പ്രചോദനമായിരുന്നു കൃഷ്ണകുമാറിൻ്റെ ഈ ഫെയിലിയേഴ്സ് കൃഷ്ണകുമാറിൻ്റെ പ്രിപ്പറേഷനിൽ കിട്ടിയിരിക്കുന്നത്? സാർ, ഞാൻ 2018 ആദ്യമായിട്ട് എഴുതിയിരുന്നു. അന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാതെ ഒന്ന് എഴുതി. പിന്നീട് 19 പഠിച്ചെഴുതി, 18 19 എഴുതി. ആ 2 അറ്റംപ്റ്റിലും പ്രിലിംസ് കിട്ടിയില്ല. പിന്നീട് എനിക്ക് പ്രോഗ്രസീവായിട്ട് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രിലിംസ് കിട്ടിയില്ലെങ്കിലും അടുത്ത പ്രിലിംസ് കിട്ടുന്നു, പിന്നെ മെയിൻസ് പോകുന്നു, പിന്നീട് അടുത്തതിൽ മെയിൻസ് പോയിട്ട് ഇൻ്റർവ്യൂവിൽ പോയി ഒരു പ്രോഗ്രസീവായിട്ടൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ തവണ മുന്നോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവസാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നീട് വിജയത്തിലേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ എപ്പോഴും ഉണ്ടായിരുന്നു, ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു സ്ട്രോങ് ബിലീഫ് കൃഷ്ണകുമാറിൻ്റെ മനസ്സിലുണ്ടായിരുന്നു, അതായത് ഇതെനിക്ക് നേടിയെടുക്കാം. അതെ അതെ. പക്ഷേ എന്നാൽ പോലും ഈ ഒരു എന്താ പറയുന്നത്, ഈ ലോങ് പ്രിപ്പറേഷൻ ഫേസിൽ നമുക്ക് ആ കൺവിക്ഷൻ മാത്രം പോരാ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ഫാക്ടർ കാണണം, അതായത് നമ്മളെ സസ്റ്റെയിൻ ചെയ്ത് മുമ്പോട്ട് പോകുന്നത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു കൃഷ്ണകുമാറിൻ്റെ ലൈഫിൽ? സാർ, മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ സർവീസിൽ വരിക എന്നുള്ള ആഗ്രഹം. നമുക്ക് പ്രിപ്പറേഷനിൽ ഏറ്റവും പ്രധാനം ഡിറ്റർമിനേഷനാണ്. അപ്പോൾ നമുക്ക് ഈ സർവീസ് വേണം, ഈ ഒരു ജോലിയിൽ എത്തണം എന്നുള്ള ഡിറ്റർമിനേഷനാണ് നമ്മളെ എല്ലാ ഫെയിലിയറിലും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ പ്രിപ്പറേഷനിൽ മുന്നോട്ട് പോകാനായിട്ട് കറക്റ്റ് ഒരു ഡയറക്ഷൻ വേണം. അപ്പോൾ ഒരു കറക്റ്റ് ഡയറക്ഷനും ഒരു ഗൈഡൻസും കിട്ടണം എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ എൻലൈറ്റിൽ 2019 വന്നതിന് ശേഷം എനിക്ക് ആ ഒരു ഏത് രീതി മുന്നോട്ട് കൊണ്ടുപോകണം, പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ, ഓരോ സ്റ്റേജിലും എന്ത് പഠിക്കണം, എന്ത് പഠിക്കണ്ട, അങ്ങനെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ തവണയും ഇമ്പ്രൂവ് ചെയ്ത് ഫൈനലി റാങ്ക് ലിസ്റ്റിൽ എത്താൻ കഴിഞ്ഞു. അപ്പം ഒരു മെൻറ്ററിങ് അല്ലെങ്കിൽ ഒരു റൈറ്റ് സപ്പോർട്ട് ഈ ഒരു പ്രിപ്പറേഷൻ ഫേസിൽ വളരെ ആവശ്യമുള്ളൊരു കാര്യമായിട്ട് കൃഷ്ണകുമാർ എംഫസൈസ് ചെയ്യുന്നുണ്ട്. അതെ, റൈറ്റ് ഗൈഡൻസ് വേണം. അതായത് നമ്മൾ ഒരിക്കലും തെറ്റായൊരു ട്രാക്കിലേക്ക് പോകരുത്. അപ്പോൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഏതാണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തത്. അതുപോലെ ടെസ്റ്റ് സീരീസിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഒരു ഗസ്സിംഗ് പാറ്റേൺ ഒക്കെ പ്രിലിംസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻസർ റൈറ്റിംഗ്, അതിൻ്റെ ഒരു സ്ട്രക്ചർ, അതിൻ്റെ കണ്ടന്റ്, അതിൽ എല്ലാ സ്റ്റേജിലും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കറക്റ്റ് ഗൈഡൻസ് കിട്ടിയാൽ നമ്മളത് ഹെൽപ്പ് ചെയ്യും ശരിക്കും. ഓക്കെ, അപ്പം നമ്മളൊരു കൺവിക്ഷനോടുള്ളൊരു പ്രിപ്പറേഷൻ, ഇപ്പം ഈ കൃഷ്ണകുമാർ പറഞ്ഞ വാക്കുകൾ എനിക്ക് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ ഒരു കൺവിക്ഷനോടുള്ള പ്രിപ്പറേഷനും കൺവിക്ഷൻ ഇല്ലാതുള്ളൊരു പ്രിപ്പറേഷനും 2 രീതിയിലായിരിക്കും ഔട്ട്കം തരുന്നത്. ഇപ്പം കൃഷ്ണകുമാറിന് തുടക്കം തൊട്ട് തന്നെ കൺവിക്ഷനോടെ ആണോ പ്രിപ്പയർ ചെയ്തത്, അതോ പിന്നെ ആയിരുന്നോ കൺവിക്ഷനോടുള്ള പ്രിപ്പറേഷൻ നടന്നത്? ആദ്യം മുതൽ തന്നെ കൺവിക്ഷൻ, അതായത് ഇതിൽ എഴുതിയെടുക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇത് പ്രോഗ്രസീവ്ലി മുമ്പോട്ട് പോകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ആദ്യം തന്നെ കൺവിക്ഷനോട് പ്രിപ്പയർ ചെയ്യുന്നത് നല്ലത്. എക്സാമിനെ കുറിച്ച് ശരിയാക്കി മനസ്സിലാക്കണം ആദ്യം തന്നെ. അതായത് അതിൻ്റെ സിലബസ് ഉണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകാൻ. അപ്പോൾ ആദ്യം തന്നെ ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം എക്സാമിനെ കുറിച്ച്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സാമിൻ്റെ സിലബസ് വായിക്കുക എന്നുള്ളതാണ്. സിലബസ് വായിച്ചതിന് ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ചോദിച്ചെന്ന് മനസ്സിലാക്കണം. അതിനുശേഷം പ്രിപ്പറേഷൻ തുടങ്ങണം. പിന്നീട് ഇതിൻ്റെ എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ഇപ്പോൾ ഓരോ വർഷം പ്രിലിംസ് ഒക്കെ ആണെങ്കിലും 2018 മുതൽ ഇങ്ങനെ എക്സാമിൻ്റെ പാറ്റേണിൽ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മളും ആ പാറ്റേണൊപ്പം മാറണം. ഇത്തവണയാണ് CSAT കുറച്ച് ബുദ്ധിമുട്ടായി വരുന്നു. അപ്പോൾ നമ്മൾ എക്സാമിൻ്റെ ഡിമാൻഡ് എന്താണോ, പാറ്റേൺ എന്താണോ, അതിനനുസരിച്ച് നമ്മളും പ്രിപ്പറേഷൻ അതിനനുസരിച്ച് കറക്റ്റ് ട്രാക്കിലൊപ്പം കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. അതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കൃഷ്ണകുമാർ ഇപ്പം പറഞ്ഞായിരുന്നു, അതായത് ചേഞ്ചിങ് പാറ്റേൺ അനുസരിച്ച് നമ്മുടെ പ്രിപ്പറേഷനും മാറ്റണമെന്നാണ് കൃഷ്ണകുമാർ റീഎംഫസൈസ് ചെയ്തത്. അപ്പം നമ്മളിപ്പം കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് പ്രിലിംസിൽ നോക്കുകയാണെങ്കിൽ
വൺ അമംഗ് ദ ലോവസ്റ്റ് ഇൻ ദ ലാസ്റ്റ് 10 years. അപ്പം ക്ലിയർ ചെയ്തൊരു പ്രിലിംസാണ്, അതായത് പ്രീവിയസ് ഫെയിലിയറിന് ശേഷം ക്ലിയർ ചെയ്തൊരു പ്രിലിംസാണ്. എന്ത് വ്യത്യാസമാണ് കൃഷ്ണകുമാർ ഈ ഒരു പ്രിലിംസ് പ്രിപ്പറേഷനിൽ ചെയ്തിരുന്നത്? സർ, ആദ്യം പ്രിലിംസ് പ്രിപ്പറേഷനെ പറ്റി പറയുമ്പോൾ 2019 ഞാൻ എൻലൈറ്റിൽ PTS ചേർന്നു. അപ്പോൾ അന്ന് MAP പ്ലസ് PTS എന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം. അതിൻ്റെ കൂടെ പ്രിലിംസ് ടെസ്റ്റ് സീരീസും. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷനിലാണ് ശരിക്കും പ്രിലിംസിൻ്റെ മൊത്തം സിവിൽ സർവീസിൻ്റെ പ്രിപ്പറേഷനിലേക്ക് ശരിക്കും എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ആ അറ്റംപ്റ്റിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ പ്രോഗ്രാം ചെയ്ത പലർക്കും, അഫ്സലും അശ്വതിയൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നവരായിരുന്നു. അപ്പോൾ അതുപോലെ പ്രിലിംസിൻ്റെ കാര്യത്തിൽ ടെസ്റ്റ് സീരീസ് ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. ടെസ്റ്റ് സീരീസ് ചെയ്തിട്ട് നമുക്ക് ആ കറക്റ്റ് ആയിട്ടുള്ളൊരു ഗസ്സിങ് പാറ്റേൺ ഉണ്ടാവണം. അതായത് 100 ചോദ്യത്തിൽ ചിലപ്പോൾ നമുക്കൊരു 50 താഴെ ചോദ്യം നമുക്ക് കൃത്യമായിട്ട് ഉത്തരം കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രിലിംസ് മുന്നോട്ട് പോയി. പിന്നീട് മാറ്റം വരുത്തിയെന്ന് വെച്ചാൽ ആദ്യത്തെ 2 പ്രിലിംസ് ഞാൻ 2020-21 ക്ലിയർ ചെയ്തു. എന്നിട്ട് പിന്നീട് ഇൻ്റർവ്യൂ പോയതിന് ശേഷം വന്ന പ്രിലിംസിൽ ഒരു സമയം കിട്ടിയില്ലായിരുന്നു പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ അതൊരു 2 മാർക്കിൽ മിസ്സാവുകയും ചെയ്തു. പിന്നീട് ഒരു വർഷം ഞാൻ ഫുള്ളി പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പോയതുകൊണ്ട് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് സീരീസ് കൃത്യമായിട്ട് ചെയ്യാന്നുള്ളതായിരുന്നു. ഒന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, പിന്നെ ടെസ്റ്റ് സീരീസ് ഒറ്റ ടെസ്റ്റ് പോലും വിടാതെ എല്ലാ ടെസ്റ്റും പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസർ കീസ് ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്, അത് ഒരുപാട് റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കറക്റ്റ് ഒരു തിങ്കിങ് പാറ്റേൺ ഉണ്ട് നമ്മുടെ പ്രിലിംസിൽ. കറക്റ്റ് ആ പാറ്റേൺ കറക്റ്റായിട്ട് കിട്ടി. അതുകൊണ്ട് എനിക്ക് ഇത്തവണ 75 കട്ട് ഓഫ് ആയിരുന്നെങ്കിലും 101 മാർക്കിൽ പ്രിലിംസ് ക്ലിയർ ആവും. 101 പ്രിലിംസിനെ സംബന്ധിച്ച് ഒരു നല്ല സ്കോറാണ് ഈ ഒരു കഴിഞ്ഞ വർഷത്തെ പ്രിലിംസിൽ. അതായത് ഒരു റൈറ്റ് ടെസ്റ്റ് സീരീസ് കറക്റ്റ് ടൈം ബൗണ്ടായിട്ട് പ്രോപ്പർലി ഫോളോ ചെയ്ത് അതിനെ ഒരു അനലിറ്റിക്കലായിട്ട് നമ്മൾ തന്നെ ഒരു എഫർട്ടും കൂടി ഇടുവാണെങ്കിൽ നമുക്കൊരു മോർ ദാൻ ഇനഫ് ഫോർ ക്രാക്കിംഗ് പ്രിലിംസ് എന്നാണ് കൃഷ്ണകുമാർ എംഫസൈസ് ചെയ്യുന്നത്. അപ്പം ഈ നേരത്തെ പറഞ്ഞായിരുന്നു, അതായത് കൃഷ്ണകുമാർ എൻലൈറ്റായിട്ട് അസോസിയേറ്റ് ചെയ്ത് തുടങ്ങിയ സമയത്ത് കൃഷ്ണകുമാർ റൈറ്റിംഗ് കോഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻലൈറ്റ് മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം. അപ്പം ആ ഒരു പ്രിപ്പറേഷൻ ഫേസിലായിരിക്കും മെയിൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആ സമയത്ത് എന്തായിരുന്നു കൃഷ്ണകുമാർ ആക്ച്വലി GS 1, 2, 3, 4 വേണ്ടിയുള്ള സ്പെഷ്യൽ എംഫസിസ്? ആൻഡ് ഓൾസോ ഈ ഒരു കാലഘട്ടത്തിൽ essay വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യമേ ആ GS പ്രിപ്പറേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? GS പ്രിപ്പറേഷനിൽ നമുക്ക് UPSC കൃത്യമായിട്ടൊരു ലോങ് സിലബസ് തരുന്നുണ്ട്. നമുക്ക് ഒരു വലിയ സിലബസ് ഉണ്ട്. അപ്പോൾ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിന് പല സ്റ്റാറ്റിക് ഭാഗങ്ങളുണ്ട്, കറണ്ട് റിലേഷൻ ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫിയിലൊക്കെ സ്റ്റാറ്റിക് ആയിട്ടുള്ള പോർഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ട് നമുക്ക് ഒരു നോട്ടൊക്കെ ഉണ്ടായിരിക്കണം. നമ്മളതിന് പ്രിപ്പയർ ചെയ്ത് നോട്ട് കയ്യിലുണ്ടായിരിക്കണം. അത് സ്ട്രോങ് ആയിരിക്കണം, സ്റ്റാറ്റിക് പോർഷൻ. പിന്നെ കറണ്ട് അഫയേഴ്സ് പോർഷൻ നമ്മൾ ദ ഹിന്ദു ന്യൂസ് പേപ്പർ ഞാൻ റെഗുലറായിട്ട് ഫോളോ ചെയ്യായിരുന്നു. അതിന് എഡിറ്റോറിയൽസിനും മറ്റും ആവശ്യമുള്ള നോട്ട്സ് എടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ കറണ്ട് അഫയേഴ്സ് വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകുക, ഇതൊരു ഭാഗം, നോളേജ് പാർട്ട്. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റൈറ്റിംഗ്. ആ റൈറ്റിംഗ്, ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം, ടെസ്റ്റ് സീരീസ്, അങ്ങനെ പല പ്രോഗ്രാംസിലൂടെ റൈറ്റിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ എന്തായിരിക്കണം, ടൈം മാനേജ്മെൻറ്റ്. അപ്പോൾ നമുക്കൊരു 7.5 മിനിറ്റിൽ ഒരു ഉത്തരം എഴുതണം. അതുപോലെ 10 മിനിറ്റിൽ 7.5 മിനിറ്റിലൊക്കെ ആയിട്ട് ഉത്തരങ്ങൾ എഴുതേണ്ടി വരും. അപ്പോൾ അത്ര ലോങ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതിൽ ടൈം മാനേജ്മെൻറ്റ്, അതുപോലെ സ്ട്രക്ചറിങ്, പിന്നെ ചാർട്ട്, മാപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക. അങ്ങനെ ആൻസർ എങ്ങനെ, ഒരു ഇൻട്രൊഡക്ഷൻ എങ്ങനെയായിരിക്കണം, ഒരു 2 ലൈൻ ഇൻട്രൊഡക്ഷൻ, ഒരു പല പോയിന്റ്സും എക്സാമ്പിൾസും സബ്സ്റ്റാൻഷിയേഷനും ഒക്കെ ആയിട്ടുള്ള കണ്ടന്റ് പല പെർസ്പെക്റ്റീവ്സും നോക്കി എഴുതുക. അതുപോലെ കൺക്ലൂഷൻ, അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചും എന്ത് പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു അവയർനെസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എനിക്ക് എൻലൈറ്റിൽ മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമിലാണ് ശരിക്കും ഞാൻ ആ ഒരു വർഷം എൻ്റെ ശരിക്കും ഇപ്പോൾ ഈ 2023 കിട്ടുന്നതെങ്കിലും 2019-20 ടൈമിൽ ആ മാപ്പ് പ്രോഗ്രാമാണ് ശരിക്കും എൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പ്രിപ്പറേഷൻ ഫേസ്. അന്നുണ്ടാക്കിയ നോട്ട്, അന്ന് ആ മാപ്പിൻ്റെ ഷെഡ്യൂളിനനുസരിച്ച് ഞാൻ കൃത്യം പഠിച്ചു പോയിരുന്നു, വളരെ റിഗ്രസ് ആയിട്ട് പഠിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് പല ഇൻ്റർനെറ്റ് സോഴ്സിൽ നിന്ന് ഒരുപാട് നോട്ട്സുകൾ നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പത്രം റെഗുലറായിട്ട് ഫോളോ ചെയ്തിരുന്നു. അങ്ങനെ അന്നുണ്ടാക്കിയ കൃത്യമായ ഷെഡ്യൂൾ അനുസരിച്ച് ഫോളോ ചെയ്ത് പിന്നെ സാറിൻ്റെയൊക്കെ ഫീഡ്ബാക്ക് വാങ്ങി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നു, സ്പീഡ് കൂട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ ഒരു വർഷം ചെയ്ത എഫേർട്ടിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ശരിക്കും പിന്നീട് ഇപ്പോഴാണെങ്കിലും റിസൾട്ടിലേക്ക് എത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നേരത്തെ മീൻസ് കൃഷ്ണകുമാറിനെ പേഴ്സണലി കുറേ വർഷമായിട്ട് അറിയുന്നതുകൊണ്ട് ഈ വർഷത്തെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനിൽ ആക്ച്വലി പ്രീവിയസ് അറ്റംപ്റ്റ് കൃഷ്ണകുമാറിന് വളരെ കുറച്ച് മാർക്കിൽ പോകാൻ കാരണം തന്നെ ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പം ഈ അറ്റംപ്റ്റ് എൻറ്റയർലി കൃഷ്ണകുമാറിൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ അങ്ങ് ചേഞ്ചായി. അപ്പം ഫ്യൂച്ചർ ആസ്പിറൻസിനോട് പറയാൻ പറ്റുമോ എന്ത് വ്യത്യാസമാണ്
ഈ 2 ഇൻ്റർവ്യൂവിൽ സംഭവിച്ചിരിക്കുന്നതെന്ന്? സാർ, എൻ്റെ 2021 ഇൻ്റർവ്യൂവിൽ 149 മാർക്സ് എനിക്ക് കിട്ടിയത്. അന്ന് എനിക്ക് തീരെ സമയം കിട്ടിയിരുന്നില്ല പ്രിപ്പയർ ചെയ്യാനായിട്ടും, പിന്നെ വേറെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ഇൻ്റർവ്യൂ അതിൽ ഒരു 41 മാർക്ക് കൂടി, അത് വലിയൊരു കൂടുതലാണ്. അങ്ങനെ 190-ലെത്തി. അപ്പോൾ ഇത്തവണ ചെയ്ത മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ഞാൻ കുറച്ച് അണ്ടർ കോൺഫിഡൻ്റ് ആയിരുന്നു, പിന്നെ ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ വളരെ നെർവസ് ആയിരുന്നു. അപ്പോൾ നെർവസ് ആയിരുന്നു, അണ്ടർ കോൺഫിഡൻ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ മാർക്ക് സ്വാഭാവികമായിട്ടും കുറയും. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂവിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മഹേഷ് സാറൊക്കെ ഒരുപാട് ഗൈഡ് ചെയ്തിട്ടുണ്ട്. മഹേഷ് സാറിൻ്റെ 1-on-1 സെഷൻസും മഹേഷ് സാറിൻ്റെ ഗൈഡൻസൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഫിഡൻസ് ആണ്. എനിക്ക് കോൺഫിഡൻ്റ് ആയിരിക്കണം, അതുപോലെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സ്മൈലുള്ള ഒരു മുഖത്തോടെ വളരെ പ്ലസൻ്റ് ആയി കോൺഫിഡൻ്റ് ആയിട്ട് ഹമ്പിളായിട്ട് അവരോട് ഉത്തരങ്ങൾ പറയുക. പിന്നെ ഹോണസ്റ്റ് ആയിരിക്കണം, അതായത് ഒരു അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം, ബ്ലഫ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ വളരെ റെസ്പെക്റ്റോടെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയുക. നമ്മുടെ ഒരു ബെസ്റ്റ് വേർഷൻ ഇൻ്റർവ്യൂവിൽ പ്രസൻറ്റ് ചെയ്യുക, നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക. അങ്ങനെ കോൺഫിഡൻസും ഒരു പ്ലസൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു മിനിമം ഒരു മാർക്ക് അവർ തരും എന്നുള്ളതാണ്. ഓക്കെ. അപ്പം കൃഷ്ണകുമാറിൻ്റെ ഈ പ്രിപ്പറേഷൻ ഫേസിൽ ഞാൻ മനസ്സിലാക്കുന്നത് വേറെ പല പ്ലാൻ ബി ഓപ്ഷൻസും കൃഷ്ണകുമാറിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, വേറെ കുറേ ലിസ്റ്റിൽ കൃഷ്ണകുമാറിൻ്റെ പേര് ഫൈനൽ PDF-ലുണ്ട്. അപ്പം ഫ്യൂച്ചർ ആസ്പിറൻസിനോട് ഈ പ്ലാൻ ബി എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? പ്ലാൻ ബി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് 10 ലക്ഷം പേര് എഴുതുന്ന പരീക്ഷയിൽ ലിസ്റ്റിൽ വരിക എന്ന് പറയുന്നതിൽ നമ്മുടെ ഹാർഡ് വർക്ക് മാത്രമല്ല, കുറച്ച് ലക്കും എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്തായാലും ഉള്ളതാണ്. അപ്പോൾ പ്ലാൻ ബി ഉണ്ടായിരിക്കണം. അത് ഒന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു പഠിച്ച കുട്ടികൾ അവരുടെ ഗ്രാജുവേഷനിൽ സ്ട്രോങ് ആണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചൊരു പ്ലാൻ ബി ഉണ്ടാകാം. അതല്ല, ഞാനാണെങ്കിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചത്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആ എഞ്ചിനീയറിംഗിൽ തീരെ താല്പര്യമില്ലാത്ത ആളായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എഞ്ചിനീയറിംഗ് മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മറ്റ് PSC എക്സാംസും റെയിൽവേയുടെ എക്സാംസൊക്കെ എഴുതുമായിരുന്നു. എൻ്റെ പ്ലാൻ ബി എന്ന് പറയുന്നത് ഇതുപോലുള്ള മറ്റ് ഗവൺമെൻറ് എക്സാംസ് ആയിരുന്നു. കേരള PSC, ബാങ്ക് എക്സാംസ് എഴുതിയിട്ടുണ്ട്, റെയിൽവേ എക്സാംസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അഡ്വൈസ് എന്ന് പറയാനായിട്ട് പറയാനുള്ളത്, ഒരു എന്താ പറയുക, ഫസ്റ്റ് ഒരു 2-3 അറ്റംപ്റ്റ് സ്ട്രോങ് ആയിട്ട് കൊടുക്കണം. 2-3 അറ്റംപ്റ്റ് നമ്മൾ സ്ട്രോങ് ആയിട്ട് എക്സ്ക്ലൂസീവ്ലി സിവിൽ സർവീസ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടാം, അല്ലെങ്കിൽ സെക്കൻഡിലോ തേർഡിലോ കിട്ടാം. അങ്ങനെ കിട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് മറ്റ് പ്ലാൻ ബി ഓപ്ഷൻസും കൂടെ കൊണ്ടുപോകാം. എന്നിട്ട് മറ്റൊരു ജോലിയും കൂടെ ശ്രമിക്കാം. അതിൻ്റെ കൂടെ ഈ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. ജോലി കിട്ടിയിട്ടാണെങ്കിലും അതിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്യാമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ പ്ലാൻ ബി നമുക്ക് കംഫർട്ടബിളി ഡീൽ ചെയ്യണമെങ്കിൽ ഇനീഷ്യൽ ഫേസ് ഓഫ് പ്രിപ്പറേഷൻ, ആ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആയിരിക്കണം. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാറ്റിക് പോർഷൻസ് ഉണ്ട്, അത് വളരെ സ്ട്രോങ് ആയിരിക്കണം. അത് നമ്മൾ വെറുതെ മനസ്സിലാക്കി പഠിച്ചിരിക്കണം. അത് ഉള്ളിൽ അത്രയും സ്ട്രോങ് ആയിരിക്കണം. കൃഷ്ണകുമാർ നേരത്തെ എന്താ പറയുന്നത്, പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ ക്രാക്ക് ചെയ്തൊന്ന്, അതായത് എല്ലാ ടോപ്പേഴ്സും പറയുന്നത് ദ ഹിന്ദു കൃഷ്ണകുമാർ റിഗ്രസ്ലി കഴിഞ്ഞ ഒരു വർഷം ഫോളോ ചെയ്തെന്ന് പറഞ്ഞിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു കൃഷ്ണകുമാറിൻ്റെ ഹിന്ദു റീഡിങ് സ്റ്റൈൽ? ഒരു ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് പറയാൻ പറ്റുമോ? സർ, ഹിന്ദു എന്ന് പറയുന്ന കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ റീഡിംഗ് ആണ്. ഏത് മന്ത്ലി മാഗസിൻസിനേക്കാളും നമ്മൾ നോട്ട് ചെയ്യുന്ന നോട്ടാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിൽ ഹിന്ദു റീഡിങ്ങിൽ ഞാൻ ചെയ്യുന്നത്, നമ്മുടെ സിലബസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സിലബസിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ ഈ ഒരു എക്സാമിൻ്റെ ഈ ടെസ്റ്റ് സീരീസും അതുപോലെ ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം അങ്ങനെയുള്ള പ്രോസസ്സിലൂടെ പോകുമ്പോൾ നമുക്ക് ആ ഒരു ഏതാണ് പഠിക്കേണ്ട ഭാഗം, ഏതാണ് വായിക്കേണ്ടാത്തുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവണം. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സെലക്റ്റീവായിട്ട് വേണം ഹിന്ദു വായിക്കാൻ. അപ്പോൾ സിലബസുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് വായിക്കണം. അതിൽ ചിലത് വെറുതെ വായിച്ചു വിടാം, ചിലത് നമ്മൾ നോട്ട് ചെയ്യാനുണ്ടാവും കാര്യങ്ങൾ. കൂടുതലും എഡിറ്റോറിയലിൽ നിന്ന് നമുക്ക് മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ച് നോട്ടും പല ഡേറ്റയൊക്കെ കളക്ട് ചെയ്ത് വയ്ക്കാം. അങ്ങനെ ഞാൻ എവർനോട്ട് എന്ന് പറയുന്ന ആപ്പിൽ ഹിന്ദുവിൽ നിന്ന് കിട്ടുന്ന ഡേറ്റയും അതുപോലെ പെർസ്പെക്റ്റീവ്സും ഒക്കെ നോട്ട് ചെയ്ത് വയ്ക്കുമായിരുന്നു. ആ എവർനോട്ടിലെ നോട്ട് ഞാൻ ഹിന്ദുവിൽ നിന്ന് ഒരു 1, 2, 3 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നോട്ട് മെയിൻസ് പ്രിപ്പറേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ PTSലും പ്രിലിംസിലും ഇമ്പോർട്ടൻ്റ് ആണ് ഹിന്ദു. അപ്പം ഇപ്പം കൃഷ്ണകുമാർ പറഞ്ഞു നിയർലി 2 to 3 years നോട്ട് ഉണ്ട്. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ അടുത്തൊരു ചോദ്യം വരുന്നത്, എങ്ങനെയാണ് ഇതിന് റിവൈസ് ചെയ്തത്? റിവൈസ് ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആണ് സാർ. അപ്പോൾ നമുക്കൊരു ഷെഡ്യൂൾ ഉണ്ടായാൽ നന്നായിരിക്കും. അപ്പോൾ ഒരു ഷെഡ്യൂളിനൊപ്പം പോവുക. ഞാൻ പ്രത്യേക ഷെഡ്യൂൾ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ മാപ്പിൻ്റെ സമയത്ത് മാപ്പിൻ്റെ ഷെഡ്യൂളൊപ്പം പോകുമായിരുന്നു, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് MTS വരും PTS വരും. അപ്പോൾ ആ ഷെഡ്യൂൾ എൻലൈറ്റ് തരുന്നൊരു ഷെഡ്യൂളിൻ്റെ ഒപ്പം ഞാൻ പഠിച്ചു പോകും.
എന്നിട്ട് അവസാനം ഒരു സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് കംപ്ലീറ്റ്ലി പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ നോക്കും. എക്സാമിന് ഒരാഴ്ച മുമ്പ് ആ ഒരു ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട ചില കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കും. പിന്നെ ഇന്ന കാര്യങ്ങൾ ലാസ്റ്റ് ഒരു വീക്കിൽ നോക്കിയിരിക്കണം പ്രിലിംസിന് മുമ്പ്. അങ്ങനെ ചില റെഗുലറായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അപ്പോൾ ലാസ്റ്റ് വീക്കിൽ നോക്കാനുള്ളത് വെച്ചിട്ടുണ്ടാവും, പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ റിവൈസ് ചെയ്ത് പോവാണ് ചെയ്യാറ്. ഓക്കെ, നമ്മുടെ ഇൻ്റർവ്യൂ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പേ ഈ ഫ്യൂച്ചർ ആസ്പിറൻസിനോട് എന്തെങ്കിലും ഷോർട്ടായിട്ട് എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ? ഫ്യൂച്ചർ ആസ്പിറൻസിനോട് പറയാനുള്ളത്, ഒന്ന്, ഇപ്പോൾ സിവിൽ സർവീസ് എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നതാണ് ബാലികേറാമലയൊന്നും അല്ല, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കും കിട്ടും. ഇപ്പോൾ നമ്മൾ വിചാരിക്കും IITians അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്, പക്ഷേ ഞാനൊരു സാധാരണ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു വന്ന ആളാണ്. അപ്പോൾ എനിക്ക് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ആർക്കും കിട്ടാവുന്നതാണ് സിവിൽ സർവീസ്. അതിൽ തന്നെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആയിരിക്കണം. അപ്പോൾ ഈ സർവീസിലേക്ക് വരണം, നമുക്കൊരു പബ്ലിക് സർവീസിൽ ജോലി ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ നമ്മുടെ ക്രൈസിസും അതുപോലുള്ള ഫെയിലിയേഴ്സിനെ ഓവർകം ചെയ്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ഒരു എനർജി കിട്ടും. പിന്നെ റൈറ്റ് ആയിട്ടുള്ളൊരു ഗൈഡൻസ് വേണം, റൈറ്റ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി വേണം, നമ്മുടെ ഫെയിലിയേഴ്സിൽ നിന്ന് പഠിക്കണം. അങ്ങനെ മുന്നോട്ട് പോയാൽ ആർക്കാണെങ്കിലും ക്ലിയർ ചെയ്യാവുന്ന ഒരു പരീക്ഷ തന്നെയാണ് സിവിൽ സർവീസ്. ഓക്കെ കൃഷ്ണകുമാർ, താങ്ക് യു. ഇത്ര നേരം ഞങ്ങളുടെ ഫ്യൂച്ചർ ആസ്പിറൻസിനോട് സംസാരിച്ചതിന് ടീം എൻലൈറ്റിൻ്റെ പേര് വൺസ് അഗെയിൻ താങ്കളുടെ ഫ്യൂച്ചർ ബ്യൂറോക്രാറ്റിക് ലൈഫ് വളരെ നന്നാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സർ.